ഉൽപ്പത്തി 49:22 നീരുറവയ്ക്കരികെ നിൽക്കുന്ന ബലസമൃദ്ധമായ വൃക്ഷമാണ് ജോസഫ്. ജോസഫിനെ അറിയാലോ അല്ലേ, പഴയ നിയമത്തിലെ. അപ്പം അയാളെ കുറിച്ച് പറയാണ്, ഇയാൾ എവിടെയാണ് നിൽക്കുന്നത്? നീരുറവയ്ക്കരികെ നിൽക്കുകയാണ്. അതുകൊണ്ട് അയാളിൽ എന്തുണ്ട്? ഫലമുണ്ട്, റിസൾട്ട് ഉണ്ട്, അയാൾക്ക് ഫ്രൂട്ട് ഉണ്ട്, അയാൾ ചെയ്യുന്നത് നന്നായിരിക്കുന്നു. നീരുറവയ്ക്കരികെ നിൽക്കുന്ന ബലസമൃദ്ധമായ വൃക്ഷമാണ് ജോസഫ്. അടുത്ത വാക്യം, അതിൻ്റെ ശാഖകൾ മതിലിന് മീതെ പടർന്നു നിൽക്കുന്നു. ഈ മരത്തിൻ്റെ ശാഖകൾ മതിലിന് മീതെ പടർന്നു നിൽക്കുന്നു. മതിലെന്ന് വെച്ചാൽ എന്താണ്? തടസ്സം ആണോ? തടസ്സമാണ് അല്ലേ? എന്നെ നമ്മൾ വായിച്ചേ, അവൻ്റെ ശാഖകൾ മതിലിന് മീതെ പടർന്നു നിന്നു. അതായത് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കുന്നവൻ്റെ മുമ്പിൽ തടസ്സങ്ങളില്ല എന്നല്ല, തടസ്സങ്ങളുണ്ട്. ഈ പ്രാർത്ഥിക്കുന്നവനും ബുദ്ധിമുട്ടുണ്ട്, കടബാധ്യതയുണ്ട്, രോഗമുണ്ട്, അവൻ്റെ വീട്ടിലും മരണം സംഭവിക്കുന്നുണ്ട്. ഈശോയിൽ ആശ്രയിച്ച് നിൽക്കുന്നവൻ്റെ ജീവിതത്തിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ അവൻ ആ മരച്ചോട്ടിൽ, ആ ഒരു നീരുറവയ്ക്കരികെ നിൽക്കുന്നത് കൊണ്ട് ഈ മരത്തിൻ്റെ വളർച്ചയെ തടസ്സപ്പെടുത്താൻ നിൽക്കുന്ന മതിൽ ഒരു റിയാലിറ്റി ആണെങ്കിലും ആ മതിലിന് മുകളിൽ അവൻ്റെ ശാഖ പടർന്നു നിൽക്കുന്നു. കിട്ടുന്നുണ്ടോ? ചൊല്ലി പറ ഹല്ലേലൂയ. അതുകൊണ്ട് തടസ്സം മാറണം എന്നല്ല, കർത്താവിന് ഇതല്ല എളുപ്പം. ഇവിടെ ഈ തടസ്സം ഉണ്ടെങ്കിലും അതിന് മുകളിലും നിന്നെ വളർത്താൻ പറ്റുന്ന സർവശക്തൻ, ദി എക്സ്ട്രാ ഓർഡിനറി ഗാഡ്. ചൊല്ലി പറ ഹല്ലേലൂയ. വലതുകൈ ചൊല്ലി പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറ ഹല്ലേലൂയ. ആ അനുഗ്രഹം അവന് കിട്ടിയതിനെ കുറിച്ചാണ് 23-ാമത്തെ വാക്യം. ഈസി ആയിട്ട് ഫ്രീ ആയിട്ട് കിട്ടിയതല്ല. ഒരുമിച്ച് വായിച്ച 23-ാം വാക്യം, വില്ലാളികൾ അവനെ കഠിനമായി വേദനിപ്പിച്ചു, അവർ അവന് നേരെ അമ്പെയ്യുകയും അവനെ ഞെരുക്കുകയും ചെയ്തു. ഓസിക്ക് കിട്ടിയതല്ല സാറേ ഒരനുഗ്രഹവും, വെറുതെ കിട്ടിയതല്ലെന്ന്. ഒരുപാട് ഞെരുക്കങ്ങളുണ്ടായി, വില്ലാളികൾ ചുറ്റും നിന്നവനെ അമ്പെയ്തു. എന്ന് വെച്ചാൽ ശ്വാസം വിടാൻ സമയം കൊടുക്കാത്ത രീതിയിൽ അവന് ബുദ്ധിമുട്ടുണ്ടായി. മതിൽ അവൻ്റെ ചുറ്റും നിന്നു, ആളുകൾ ചുറ്റും നിന്നു, ചുറ്റും നിന്ന് അമ്പെയ്തു, അവനെ ഞെരുക്കി. എന്നാൽ 24-ാം വാക്യം ബോധ്യത്തോടെ ഉറച്ചു വായിച്ചേ, എന്നാൽ അവൻ്റെ വില്ല് ഉറച്ചു നിന്നു. യാക്കോബിൻ്റെ ശക്തനായ ദൈവം, ഇസ്രായേലിൻ്റെ പാറയായ ഇടയൻ തൻ്റെ കൈകൾ കൊണ്ട് അവൻ്റെ കൈകളെ ശക്തിപ്പെടുത്തി. എൻ്റെ ഈശോയെ, സ്വന്തം കൈകൊണ്ട് ദൈവം അവൻ്റെ കൈക്ക് പിടിച്ച് അവനെ ശക്തിപ്പെടുത്തുകയാണ്. ദൈവം തൊട്ട മനുഷ്യൻ, അവനെ തകർത്ത് കളയാൻ കൂട്ടുകാരോ നാട്ടുകാരോ പൊട്ടക്കിണറുകളോ ശ്രമിച്ചാലും തകരില്ല. കാരണം കൈപിടിച്ചേക്കുന്ന ആരാണ്? കർത്താവാണ്. അവൻ നിൽക്കുന്നത് നീരുറവയ്ക്കരികെയാണ്. അവൻ്റെ മുമ്പിൽ മതിലുകളുണ്ടെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിലും ആ മതിലിന് മുകളിൽ അവൻ്റെ ശാഖയെ പടർത്തുന്ന ദൈവം. ചൊല്ലി പറ ഹല്ലേലൂയ. ശക്തിയോടെ പറ ഹല്ലേലൂയ. ശ്രദ്ധിച്ചതുകൊണ്ട് മുമ്പിൽ തടസ്സങ്ങളെയോ മതിലുകളെയോ ആൾക്കാരെ സൃഷ്ടിച്ച പൊട്ടക്കിണറുകളെയോ അതിലേക്ക് നമ്മളെ തള്ളിവിട്ടവരെ ഒന്നും നോക്കണ്ട. ഈ മതിലിന് മുകളിൽ, ഈ പൊട്ടക്കിണറിന് മുകളിൽ എന്നെ പുറത്തേക്ക് എത്തിക്കാനും എന്നെ നാളെ ഒരു സിംഹാസനത്തിൽ ഇരുത്താനും പറ്റുന്ന ദൈവത്തിങ്കിലേക്ക് നോക്കുക. തടസ്സങ്ങളിലേക്ക് നോക്കണ്ട, മനുഷ്യരിലേക്ക് നോക്കണ്ട, അവർ സൃഷ്ടിച്ച പ്രശ്നങ്ങളിലേക്ക് നോക്കണ്ട, ഈശോയെ നോക്കുക. വീണ്ടും വീണ്ടും പറയുന്നു, മുറിവ് തന്നവരെ നോക്കല്ലേ, മുറിവേറ്റവനെ നോക്ക്. നിന്റെ മുറിവ് വെച്ച് കെട്ടാൻ ഈ മുറിവേറ്റവന് മാത്രമേ പറ്റത്തുള്ളൂ. മുറിവ് തന്നവരെ നോക്കല്ല്. മുറിവ് തന്നവരെ നോക്കിയാൽ ആ മുറിവ് വലുതാകും. ഈശോയെ നോക്ക്. മുറിവേറ്റവന് ഈ മുറിവ് വെച്ച് കെട്ടാൻ പറ്റും, അവനെ പറ്റും. ഈ കിണറ്റിൽ വീണ ഈ ജോസഫിൻ്റെ നമ്മളിതൊന്ന് ഒന്ന് ഇമാജിൻ ചെയ്യുന്ന ചിന്തിച്ചാൽ മതി. ഈ പൊട്ടക്കിണറ്റിലോട്ട് സഹോദരന്മാരെ പിടിച്ചിട്ട് അല്ലേ, ഒരാൾക്കുണ്ടാകുന്ന ഏറ്റവും വലിയ വേദനയുടെ എക്സ്ട്രീമാണ് സ്വന്തക്കാർ തന്നെ സ്വന്തം ചോര തന്നെ വിഷമിപ്പിക്കുക എന്നുള്ളത്. ആണോ? നാട്ടുകാർ ചീത്ത പറയുന്ന പോലെയാണോ സ്വന്തം ചേട്ടനും ചേച്ചിയും ചീത്ത പറയുന്നത്? നാട്ടുകാരോട് വഴക്കുണ്ടാക്കുന്ന പോലെയാണോ സ്വന്തം അപ്പനോടും അമ്മയോടും വഴക്കുണ്ടാക്കുന്നത്? ഇത് വല്ലാത്ത വിഷമാണ്. സ്വന്തം സഹോദരന്മാരാണ് അവനെ ചതിച്ച് പൊട്ടക്കിണറ്റിലിട്ടത്. കയറി പോന്നായിരുന്നോ? കയറി പോന്നു. ബിക്കോസ്
ഈശോയ്ക്ക് ദൈവത്തിന് കുറച്ചുകൂടെ ബെറ്റർ പ്ലാൻ ഇയാളെക്കുറിച്ച് ഉണ്ടായിരുന്നു. ഈ കിണറ്റിലിരുത്താനല്ല, സിംഹാസനത്തിലിരുത്താനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഈ കിണറ്റിലിരുത്തണം എന്ന് സഹോദരന്മാർ വിചാരിച്ചെങ്കിലും അവരെ കൊണ്ട് തന്നെ കർത്താവിനെ പൊക്കി എണിപ്പിച്ചു, സിംഹാസനത്തിൽ എത്തിച്ചു. നമ്മൾ ഈ പൊട്ടക്കിണറ്റ് വീണ് പോയാൽ ഉള്ള 3 ഓപ്ഷൻസ് ഉണ്ട്. ശ്രദ്ധിച്ചോ, ഇനി എങ്ങാനും വീണ് പോയാലോ, തന്നെ വീണ് പോകുന്നതായിരിക്കാം. ചില കുഴികൾ അങ്ങനെയാണ്, അറിയാണ്ട് പോയി വീഴും. ചില കുഴികൾ ആൾക്കാർ നമ്മളെ കൊണ്ട് തള്ളിയിടും. രക്ഷപ്പെട്ടു പോകാനുള്ള വഴികൾ ഇതൊക്കെയാണ്. ഒന്നാമത്തെ ഓപ്ഷൻ താഴോട്ട് നോക്കി നിൽക്കുക. എന്താണ് ഓപ്ഷൻ? എങ്ങോട്ട് നോക്കിയിരിക്കുക? താഴോട്ട് നോക്കിയിരിക്കുക. പൊട്ടക്കിണറ്റിൽ വീഴുന്നു, താഴേക്ക് നോക്കി. നിങ്ങൾ എന്നാ കാണും? ഈ പൊട്ടക്കിണറ്റിൽ എന്നാ ഉള്ളേ? മിക്കവാറും വെള്ളം കാണത്തില്ല. ആൾക്കാർ കൊണ്ട് വേസ്റ്റും കുപ്പിയും പാട്ടയും എല്ലാം കൊണ്ടിടുന്ന സ്ഥലമാണ്. അപ്പം താഴേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ സന്തോഷം മുഴുവൻ പോവും, നിരാശ വരും. ഈ വേസ്റ്റിൻ്റെ കൂടെയാണല്ലോ എൻ്റെ ജീവിതം. അതുകൊണ്ട് കീഴോട്ട് നോക്കി നിൽക്കരുത്. രണ്ടാമത്തെ ഓപ്ഷൻ സൈഡിലോട്ട് നോക്കുക എന്നുള്ളതാണ്. ഇതിനകത്ത് പെട്ടുപോയി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയെന്ന് വെച്ചാൽ ആരേലും എന്നെ സഹായിക്കുമെന്ന് വിചാരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിൽക്കുക. സെക്കൻഡ് ഓപ്ഷൻ. പക്ഷെ പൊട്ടക്കിണറാണ്, അപ്പുറത്തിപ്പുറത്ത് എന്നാ ഉള്ളത്? ഭിത്തി, തടസ്സം. ഒറ്റ ഓപ്ഷൻ കൂടെ ഉണ്ട്. എന്ത്? താഴോട്ട് നോക്കിയാൽ മനസ്സിടിയും, സൈഡിലേക്ക് നോക്കിയാൽ നിരാശപ്പെടും. ഒറ്റ ഓപ്ഷൻ കൂടെ ഉള്ളു. ഇനി ഈ പൊട്ടക്കിണറിൻ്റെ വാവട്ടത്തിനപ്പുറം അങ്ങെവിടെയോ മറഞ്ഞിരിക്കുന്ന ഒരു ദൈവമല്ല, ഞാൻ ഈ വീഴുന്നത് കണ്ടൊരു ദൈവം അവനവിടെ ഉണ്ട്. മുകളിലോട്ട് നോക്കുക, അവൻ വഴി തുറന്നു തരും. താഴോട്ട് നോക്കിയാൽ കയറിപ്പോരാൻ പറ്റില്ല, സൈഡിലേക്ക് നോക്കിയാൽ നിരാശയായിരിക്കും ഫലം. മുകളിലോട്ട് നോക്കിയോ കർത്താവ് പൊക്കിക്കോളും. ചുറ്റി പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. എന്തെന്നാൽ ഞാൻ തന്നെ എന്ന് നിങ്ങൾ മരിക്കും. ഇന്നത്തെ ഒരു ഫ്രേസ് നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ തന്നെ. പഴയ നിയമത്തിൽ മോശയോട് പറഞ്ഞ ആ വാക്ക്, ആ ദൈവം ഈശോ ഇന്ന് നമ്മൾ ഈ വിശുദ്ധ കുർബാനയിൽ, നമ്മൾ ആരാധനയിൽ നമ്മൾ അവന്റെ വചനമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ തന്നെ. ആ ദൈവം ഈശോ നിന്റെ കൂടെ ഉണ്ടെന്ന് നീ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നീ മരിക്കും. പാപങ്ങളിൽ മാത്രമല്ല, നിങ്ങളുടെ സങ്കടങ്ങളിൽ, നിങ്ങളുടെ പരാജയങ്ങളിൽ, നിങ്ങളുടെ കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ മരിക്കും.